ഇത് വണ്ടിക്കാർക്ക് കൊടുക്കാനുള്ള ബാക്കി കാശ്. ഇത് അവിടെ എത്തിക്കണം. ഇത് കാറ്ററിംഗുകാർക്ക് കൊടുക്കാനുള്ളതാ. ആർക്കാ? മാധവൻപിള്ള ചേട്ടന്. പുറത്ത് ഷാമിയാനെ കസരയൊക്കെ ഇട്ട് ഒരുത്തനുണ്ടല്ലോ. ഓ, ജപ്പാൻ ശശി. അയാൾക്ക് കൊടുക്കണം. ഇത് എല്ലാവരോടും നീ കമ്മീഷൻ അടിക്കും. അത് മേടിച്ച് തൂന്നുന്നേ ബോധക്കേട് വാങ്ങി കുടിച്ച് വഴി കിടന്ന നാട്ടുകാരുടെ കൈക്ക് ജോലി ഉണ്ടാക്കരുത്. ഇവിടെ പലതും ഒതുക്കാനും പെറുക്കാനും ഉണ്ട്. ഇങ്ങ് വരണം. ശിവരാമൻ വാക്ക് പറഞ്ഞ വാക്കോ? അതറിയാവുന്നതാണ് പണയുന്നേ. പെണ്ണും പിള്ള തൊഴിലുറപ്പെന്നും പറഞ്ഞു പോയി വഴിയോർത്തിരുന്ന് കൊതിയുന്നുണയും പറയുന്നതിന് സർക്കാർ കൊടുക്കുന്ന കാശിന് 1 രൂപയുടെ അരി വാങ്ങി കഞ്ഞി വെച്ച് അവള് കുടുംബം പുലർത്തും. ആണുങ്ങൾ കിട്ടുന്ന കാശിന് കള്ളു കുടിക്കും. മലയാളിയുടെ ഒരു അധപ്പതനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. എങ്ങനെ മനസ്സിലായി? മുഖം കണ്ടാ മതി. നീ ഇപ്പം മനസ്സിൽ പറഞ്ഞ തെറിയെ പറ്റിയും ഏറെക്കുറെ ബോധ്യമായി. പോയിട്ട് വാ. ഇയാള് പോകാനുള്ള പരിപാടിയാണ്. ഇന്ന് ഓഫീസിലെത്തണം. വന്നു, അനിയനെ പെണ്ണ് കെട്ടിച്ചു, ഉത്തരവാദിത്തങ്ങൾ തീർന്നു. ഇനി പോകാം. ഓഫീസിൽ ജോലി തിരക്കുണ്ട്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മാവൻ നോക്കുമല്ലോ. ഇയാൾ എന്തുകൊണ്ടാ പറയുന്നേ? കാര്യങ്ങൾ നോക്കാൻ അമ്മാവന്റെ കാര്യങ്ങൾ ആര് നോക്കും? അനന്തരവനെ പഠിപ്പിച്ചു. 12ാമത്തെ വർഷം അമ്മ മരിച്ചതാ. അച്ഛൻ ദുബായി. 5 വർഷം മുമ്പ് അയാൾ അവിടെ കിടന്ന് മരിച്ചു. കുറെ പണമുണ്ടെന്ന് കരുതി ആരും തനിയെ വളരില്ല. ഉത്തരവാദിത്തോടെ ഒരു ഗാർഡിയന്റെ സ്ഥാനം ഏറ്റെടുത്ത് ഒപ്പം നിന്നു. സഹോദരിയുടെ മകൻ ജോലി കിട്ടി. കല്യാണപ്രായമായപ്പോഴേ ഞാനൊരാശയം മുന്നോട്ട് വെച്ചു. അനുസരിച്ചോ? അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ വരുന്നടാ ഒരു കുഴപ്പം? എന്റെ സുഭദ്രയ്ക്ക് പഠിത്തമില്ലേ, സൗന്ദര്യമില്ലേ? എടാ, അവനോന്റെ മുതൽ അവനോന്റെ കൊട്ടയ്ക്കകത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോ ഈ ഔദാര്യമൊന്നും അമ്മാവൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കാറില്ല. നിങ്ങളുടെ 2ാമത്തെ സഹോദരിയുടെ മോനാണോ ഞാൻ? എന്റെ അമ്മ വന്ന് കാല് പിടിച്ച് പറഞ്ഞതാ, അമ്മാവന്റെ മോള് സുശീലയെ എനിക്ക് കെട്ടിച്ചു തരാൻ. എന്നിട്ട് തന്നോ? എടാ, അന്ന് ഞാൻ അങ്ങനെ ഒരു ഔദാര്യം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ മോടെ അവസ്ഥ എന്താകുമായിരുന്നു? നിന്നെ വീട്ടിൽ കെട്ടിക്കൊള്ളാൻ പോടാ. വീട്ടിൽ കയറ്റിയാൽ എന്താ? ഞാൻ അമ്മാവന്റെ കുഴവി അടിച്ചോണ്ട് പോവോ? മുറുക്കാനിരിക്കുന്ന കുഴവി. എനിക്ക് എന്തായിരുന്നു ഒരു കുറവ്? സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, പോലീസുകാരൻ. ശമ്പളത്തിൽ 1 പൈസ പോലും തൊടാതെ ജീവിക്കാൻ അറിയാവുന്നവൻ. സുശീല എനിക്ക് തന്നില്ല. അത് പോട്ടെ. ഡേ, ഞാൻ പോയി ശാരദയെ പെണ്ണ് കണ്ടേച്ചു വന്നപ്പോ അമ്മ പറയുക, അമ്മാവനെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോണം, കാരണം അവർ അദ്ദേഹമാണല്ലോ, ഗുരുത്വദോഷവും ശാപവും ഒന്നും വരുത്തി വെക്കണ്ട മക്കളെ എന്ന്. ശപിച്ച പഴവ എനിക്ക്. ഞാൻ കൂട്ടിക്കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോ ഈ തിരുവാ ഒഴിഞ്ഞത് എങ്ങനാ? സംഗതി ഇവൻ എൻ്റെ അനന്തരവനൊക്കെ തന്നെ. പക്ഷേ ഒരു പോലീസുകാരന്റെ എല്ലാ ദുശീലവും ഇവനുണ്ട്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? അയ്യോ, സത്യം മാത്രം പറയാൻ ഇയാൾ ആരാ? ഹരിചന്ദ്രന്റെ അച്ഛൻ അപ്പുക്കുട്ടൻ പിള്ളയാ. ഹരിചന്ദ്രന്റെ അച്ഛൻ അപ്പുക്കുട്ടൻ അല്ലേട്? ഇവൻ അമ്മാവനെ അച്ഛാന്നും വിളിക്കും, അച്ഛനെ അളിയാന്നും വിളിക്കും. ഓ, ഇതും അവിടെ വിളമ്പിയായിരുന്നു. നീ മദ്യപിച്ചിട്ടില്ലടാ? ഓസിന് കിട്ടിയാൽ വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങത്തില്ലയോ? അതാ അതിന്റെ ഒരു രീതി. അങ്ങനെയുള്ള ഒരുത്തൻ കൊള്ളരുതാത്തവനല്ലെന്ന് പറയാൻ ഒക്കുവോ? അതുകൊണ്ടെന്താ, കല്യാണം കഴിച്ച് 8ാം മാസം പെണ്ണുപിള്ള പിണങ്ങി അവളുടെ വീട്ടിൽ പോയി. ശാരദ ഒരു അധ്യാപികയാണെന്നുള്ള പരിഗണനയെങ്കിലും നീ കൊടുക്കേണ്ടതായിരുന്നു. അവള് വലിയ സോഷ്യൽ സ്റ്റഡീസ് ആറായിരുന്നു. നേരെ വിരട്ടുമ്പോ സാമൂഹ്യപാഠം എന്നും പറഞ്ഞു വന്ന ഞാൻ എന്ത് ചെയ്യാന്? ഞാൻ ബയോളജി അല്ലേ. പരമാവധി ക്ഷമിച്ചു നോക്കി. അവസാനം ചൂരിൽ പ്രയോഗിച്ചു. അവളുടെ പാട്ടിന് പോയി. അയ്യോ, ഇരിപ്പ് കണ്ട സ്വർണ്ണക്കട പൂച്ചയിരിക്കുന്ന പോലെ. തൃപ്പതിയായല്ലോ. ഇങ്ങനെ കുറെ അമ്മാവന്മാരുണ്ടായല്ലോ, അനന്തരാമാരെങ്ങനെ ഗുണം പിടിക്കും? പുല്ലൊന്നും ചാകത്തുമില്ലല്ലോ. താനെന്താ ഓഫീസിൽ പോകണം? അതെ, നീ വരുന്നു, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എനിക്ക് അവനെ ഒന്ന് ഗുണദോഷിക്കണം. അശ്വിനിയെ കല്യാണം കഴിച്ച് ചേർക്കനല്ലേ? അയ്യോ, വായടച്ചു വെക്ക്, പല്ല് തെറിച്ചു പോകും. കെട്ടിയവനെ 1 വർഷം തികച്ചു പൊറപ്പിക്കാൻ കഴിയാത്ത നീ അവനെ എല്ലാ കണവാക്ഷിക്കാനാ? വേറൊന്നുമല്ല, അമ്മാവനിവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിപ്പുണ്ട്. ക്യാമറയുള്ള മൊബൈൽ ഫോണാണ് അമ്മാവന്റെ കയ്യിൽ. പണ്ടൊരു ഒളി ക്യാമറ വിവാദത്തിൽ പിടിക്കപ്പെട്ട ഒരാളാ. ഒന്ന് സൂക്ഷിച്ചോണോന്ന് പറയാനാ. പോടെ. അവൻ പറയുന്നൊന്നും അമ്മാവൻ കാര്യമാക്കണ്ട. അശ്വിനിയുടെ ജീവിതത്തിൽ ഇനി എപ്പോഴും അമ്മാവൻ ഉണ്ടാവണം. അവൻ്റെ അച്ഛൻ സമ്പാദിച്ചതും കുടുംബസ്വത്തും ഒക്കെ ആയി കോടികളെ ആസ്തി. ജോലി കഴിഞ്ഞ് അവരവരുടെ പാട്ടിന് പോട്ടെന്നല്ല, എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാവണം. നീ ചേട്ടനല്ലേ ഈ പെണ്ണിനെ തേടി പിടിക്കാനും അവന്റെ കല്യാണം നടത്താനും ഒക്കെ ഒപ്പം നിന്നവൻ. പക്ഷെ നീയും പറഞ്ഞില്ല അവന്റെ ജീവിതത്തിലേക്ക് സുഭദ്ര മതിയെന്ന്. ന്യൂ ജനറേഷനെയും ഉറപ്പെടെന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് പോലും ഇഷ്ടമല്ല. സുഭദ്രയ്ക്ക് അനുരൂപന ഒരാളെ കണ്ടെത്താൻ ഞാൻ സഹായിക്കാം. അതിന് എനിക്ക് പ്രായമുണ്ട്. നിന്റെ ഒരു ന്യൂ ജനറേഷൻ ജീവിതം ഞാനൊന്ന് കാണട്ടെ.
ഞാൻ എന്തെങ്കിലും ഗുരുത്വദോഷം കാണിച്ചിട്ടുണ്ടെങ്കിൽ അമ്മാവൻ ക്ഷമിക്കണം. അതെന്റെ കുഴപ്പം കൊണ്ടല്ല, അമ്മാവന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ടാ. നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ. ഞാൻ പിടിപ്പിച്ചോളാം. എന്താണ് അമ്മാവനെ കൈകൊട്ടി വിളിക്കുക, അയാളെ കളിയാക്കുക? ഞാനിപ്പോ ട്രാഫിക് ഡ്യൂട്ടിയിലാണ്. ആ ശീലവാ. ബിസിലെടുക്കാൻ മറന്നുപോയി, ഇല്ലെങ്കിൽ ഊതിയെ വിളിക്കത്തുള്ളായിരുന്നു. എന്റെ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ത്രീധനം വരെ വലിപ്പിച്ചവൻ അയാള്. അതിന്റെ പേരിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് ഒരുപാട് ചളുക്ക് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആഹാ, തനിക്കെന്താണോ അതിനകത്ത് ഇത്ര വലിയ പണി? തന്നെ ഒന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകണം. ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്യണം? ഇയാള് രാത്രിയിലൊന്ന് യാത്ര പറഞ്ഞല്ലേ? വെള്ളത്തിന്റെ പുറത്ത് താനത് ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിലോ എന്ന് കരുതി. ഇയാളല്ലായിരുന്നോ വെള്ളം? എടാ, ഞാൻ വെള്ളമാണെങ്കിലും എനിക്ക് ഉത്ബോധമുണ്ട്. അതൊരു പോലീസുകാരന്റെ ഗുണമാണ്. ആഹാ, മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നടി? ഹാപ്പി ആയിരുന്നോ? എന്ത് വിവരക്കേട് വിളിക്കാന്നാണോ? അല്ലടാ ഉവേ, തൊഴിൽപരമായൊരു പ്രശ്നം. ദേ, എന്റെ ആദ്യരാത്രി കഴിഞ്ഞപ്പോ ശാരദ പറയുക ഒരു ലാത്തി ചാർജ് പോലായിരുന്നെന്ന്. ഞങ്ങളെ ഏട്ടത്തിനേറ്റ് മക്കളാ. പ്രായം കൊണ്ട് ഇവനാ മൂത്തതെങ്കിലും വിവരം കൊണ്ട് വളരെ ഇളയതാ. മക്കളെ, ഞാൻ ശ്വാസം പിടിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉള്ള കാര്യം പറയും. അതെന്റെ ഒരു കുഴപ്പമാണ്. ഇന്ന് ഓഫീസിലെത്തണം. രണ്ടാളിനെയും ചേർത്ത് വെച്ചതിന്റെ ഉത്തരവാദിത്വം അമ്മാവൻ പോലും എന്റെ തലയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഏട്ടന്റെ സ്ഥാനം നിരൂപപ്പെടുത്തിക്കൊണ്ട് ഞാൻ പലപ്പോഴും ഇടപെടും. രണ്ടാളും നന്നായി ജീവിച്ചു കാണണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അതിരാവിലെ എന്താ നിന്റെ അമ്മ ഇങ്ങോട്ട്? വരട്ടടാ, നല്ലതല്ലേ. 12ാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട നിനക്ക് അമ്മയുടെ വില മറ്റാരേക്കാളും ബോധ്യമുള്ളതല്ലേ? ഇത്രയും കാലമായിട്ട് മോൾ എന്നെ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ല. കല്യാണം കഴിച്ചു വിടുമ്പോ 1 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരുന്ന ഒരു ദൂരം, അതായിരുന്നു ആദ്യത്തെ ഡിമാൻഡ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു തീരുമാനം ഞാൻ പറയാം. രേവതിയുടെ അമ്മ ഇവിടെ കുട്ടികളെ കൂടെ കൂടിക്കോ. നീ അമ്മയ്ക്ക് ചായ എടുക്ക ചെല്ലു. എന്റെ സാരത്തുമ്പി തൂങ്ങി നടന്ന കുട്ടിയാ, അതിൻ്റെതായ ശീലക്കേടുകൾ ഉണ്ടാവും. ഈ വീടിനൊരു കുറവുണ്ടായിരുന്നു, ഒരമ്മയുടെ, ഒരു കുടുംബിനിയുടെ. രേവതി അതിനൊക്കെ പ്രാപ്തിയാകുന്നവരെ അമ്മ ഇവർക്കൊപ്പം നിൽക്കുക. യു ആർ ലക്കി. കല്യാണം കഴിച്ചപ്പോ ഒരമ്മയെ കൂടെ കിട്ടുക. അമ്മ എന്ന വാക്കിന് കരുതൽ എന്നൊരർത്ഥം കൂടിയുണ്ട്. ഞങ്ങളിറങ്ങട്ടെ. ഈ സഹോദരങ്ങൾ ഒരു ശല്യമായി ജീവിതകാലം മുഴുവനും ഒപ്പം ഉണ്ടാകും. അമ്മ, ആഹാരം വെക്കുമ്പോ എന്നും എനിക്കൂടെ കരുതിയേക്കണം. വരട്ടടാ. ബന്ധുക്കൾ സത്യത്തിലൊരു സമ്പത്തും ഭാഗ്യവുമാണ്. പലപ്പോഴും നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റവും. അങ്ങനൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞത് ഗൗരവമായിട്ടാണോ? ഞാനും നിങ്ങളോടൊപ്പം നിൽക്കാൻ മോന്റെ അഭിപ്രായം എന്താ? അമ്മയ്ക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ചക്കയോട് ഞാൻ പറയും, നിന്റെ മുന്നിലും പിന്നിലും കാൽച്ചൂട്ടിലും ഒക്കെയായി കറങ്ങി നടക്കുന്ന നിഴൽ അത് അമ്മ എന്ന കാവലാണെന്ന്. അനുഭവമില്ല, അതുകൊണ്ട് അറിയില്ല. എന്താണ് മോന് നഷ്ടപ്പെട്ടതെന്ന്, എന്താണ് അമ്മയെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. അതൊരു ബുദ്ധിമുട്ടല്ല, സന്തോഷമാ.